കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതി കരാർ സ്വന്തമാക്കാൻ കഴിഞ്ഞതിലൂടെ ആലപ്പുഴയിൽ അരങ്ങേറിയ ഇത്തവണത്തെ കയർമേളയും ചരിത്രത്തിൽ ഇടം നേടി. എന്നാൽ ബാങ്ക് വായ്പയെടുത്ത് കയർ ഫാക്ടറി നടത്തി ജപ്തി ഭീഷണി നേരിടുന്ന ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ കിടപ്പാടമെങ്കിലും തിരികെ കിട്ടുന്നതിന് പ്രതിഷേധവും ആക്ഷേപങ്ങളുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കയർ വകുപ്പ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടത്തിയ കയർ കേരള 2014 എന്ന കയർമേളയിലൂടെ 150 കോടിയോളം രൂപയുടെ കയറ്റുമതി കരാറുകളാണ് കയർ മേഖല സ്വന്തമാക്കിയത്. 48ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുക്കിയിരുന്ന സ്റ്റാളുകൾ സന്ദർശിച്ചാണ് കയർ ഉൽപ്പന്നങ്ങളുടെ ഓർഡറുകൾ നൽകിയത്. വിപുലമായ മേള ഒരുക്കിയതിലൂടെ കയറ്റുമതിക്കാർക്കൊപ്പം സഹകരണ സംഘങ്ങൾക്കും കയറ്റുമതി ഓർഡർ ലഭ്യമായിട്ടുണ്ട്. പരമ്പരാഗത കയർ ഉൽപ്പന്നങ്ങളായ കയർ ചവിട്ടി, തടുക്ക്, പായ തുടങ്ങിയവയ്ക്കുണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ കയറ്റുമതിക്കാർ മുതൽ താഴെത്തട്ടിലുള്ള കയർപിരി തൊഴിലാളികൾക്ക് വരെ ഗുണകരമാകുമെന്നാണ് കയർ വകുപ്പിന്റെ വിലയിരുത്തൽ. 48 രാജ്യങ്ങളാണ് ഇപ്രാവശ്യം പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ സാധാരണ മാർക്കറ്റ് എന്ന് പറയുന്ന USA, UK, യൂറോപ്യൻ കൺട്രീസ് ആണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി 17 പുതിയ രാജ്യങ്ങളിലുള്ള ബയേഴ്സ് കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് പറയുന്നത് കയറ്റുമതിക്കാരുണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്. അതിൻ്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് താഴേക്ക് ഈവൻ പിരിമേഖലയിൽ വരെ എത്തുന്ന സ്ഥിതിയാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷക്കാലമായി അരങ്ങേറുന്ന കയർമേളയുടെ ഗുണഫലമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കയർ ക്ഷേമ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ കയർ തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജപ്തി ഭീഷണി നേരിടുന്ന ചെറുകിട കയർ ഉൽപ്പാദകർ കയർമേളയുടെ വേദിയിൽ പ്രതിഷേധവുമായി എത്തി. കയർ ബോർഡിന്റെ റിമോട്ട് സ്കീം പ്രകാരം ലോൺ എടുത്ത ഉൽപ്പാദകർ ഓർഡർ ഇല്ലാത്തതിനെയും ചകിരി വിലക്കയറ്റത്തെയും തുടർന്നാണ് കടക്കണിയിലായത്. ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലും ശ്രീ അടൂർ പ്രകാശും സാന്ത്വന പദ്ധതികളുമായും നമ്മുടെ ജപ്തി ഓർഡർ നിർത്തിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് പല പ്രസ്താവന ഇറക്കിയെങ്കിൽ കൂടി ഇന്നും ആ കാര്യങ്ങളൊക്കെ ബാങ്കുകൾ മുറ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വില്ലേജുകളിൽ നമ്മുടെ ചെറുകിട ഫാക്ടറി ഉടമകളുടെ പേരിലുള്ള ജപ്തി നടപടികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പ്രഖ്യാപിക്കേണ്ട 4,58 ലക്ഷം രൂപയാണെന്ന് എൻ്റെ ഓർമ്മ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത്? ഞങ്ങൾക്കാർക്കും, ഈ നിൽക്കുന്നവർക്ക് ആർക്കും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് പുരോഗതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വെയിലും കൊണ്ട് തുറവൂറിന് ഇവിടെ എത്തിച്ചേരേണ്ട ആവശ്യം വരില്ലായിരുന്നു. കയറും പ്രകൃതിനാരുകളുമായി ബന്ധപ്പെട്ട വ്യാപാരോത്സവം കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതി കരാറുകൾ സ്വന്തമാക്കിയപ്പോൾ കയർ മേഖലയിൽ വർഷങ്ങളായി പണിയെടുത്ത് കടക്കണിയിലായ ഉൽപ്പാദകർ സ്വന്തം കിടപ്പാടമെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ അധികാരികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ്. അർമാൻസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ.